ഇപ്പോൾ നബീലുണ്ട് പോത്തുകല്ലിൽ നിന്ന്. നബീൽ, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇപ്പോൾ 3 മൃതദേഹങ്ങൾ അവിടെ ഒഴുകിയെത്തിയെന്ന് പറയുന്നു. ഈ പുഴ എവിടെ നിന്ന് ഒഴുകിയെത്തുന്നതാണ്? ഈ അപകടമുണ്ടായ സ്ഥലത്തു നിന്നാണോ? ഇപ്പോ മൊത്തം 9 ബോഡിയാണ് ഒഴുകിയെത്തിയത്. ഓ, 9 ബോഡി ഒഴുകിയെത്തിയിട്ടുണ്ടല്ലേ? അതിലൊരു ബോഡി ഇപ്പോ ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ബോഡി ഇപ്പോ നിലമ്പൂർ മോർച്ചറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചാലിയാർ പുഴയിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? വാണിയമ്പുഴ. ഈ വാണിയമ്പുഴ ഒഴുകിയെത്തുന്നത് ഈ പറയുന്ന ഈ ചൂരൽമല മേഖലയിൽ നിന്നാണോ? അതെ. അടുത്ത രണ്ടാമത്തെ ബോഡിയും കൂടി ഇപ്പൊ എത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. ഈ അപകടം നടന്ന സ്ഥലമുണ്ടല്ലോ, ചൂരൽമല മുണ്ടക്കൈ ഒക്കെ പ്രദേശം ഉണ്ടല്ലോ, അവിടുന്ന് നിങ്ങളുടെ സ്ഥലത്തേക്ക് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും? 40-50 കിലോമീറ്റർ. ഈ 50 കിലോമീറ്റർ ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയതാണോ എന്ന് സംശയിക്കുന്നുണ്ട് അല്ലേ? ഒഴുകിയെത്തിയതിനാണ്. ഇപ്പൊ ഒരു 3 ബോഡിയും കൂടി വാണിയമ്പുഴയിൽ അടിഞ്ഞു കിടന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ഈ 9 എണ്ണം കൂടാതെയോ? കൂടാതെ. അതെ. ഇതിനിടയ്ക്ക് ഈ പറയുന്ന 40 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ചൂരൽമലയ്ക്ക് ഈ നിങ്ങളുടെ ഈ പ്രദേശത്തിനും ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉരുൾപൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പുഴയുടെ തീരത്ത് താമസിച്ചിരുന്നവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടോ? പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ മൊത്തം ഇന്ന് 3 ദിവസമായിട്ട് നല്ല മഴയാണ് ഇവിടെ ഉള്ളത്. 9 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 3 എണ്ണം കൂടി കണ്ടെത്തി എന്നുള്ള വിവരം കിട്ടുന്നുണ്ട് അല്ലേ? നബീലാണ് പറഞ്ഞത്. ഇപ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുതൽ വലുതാവുകയാണ്. 9 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 3 മൃതദേഹങ്ങൾ കൂടി ആ മേഖലയിൽ നിന്ന് കിട്ടി എന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നു. പക്ഷേ വലിയ ദൂരമുണ്ട്, 40 കിലോമീറ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പ്രകാരമായിരിക്കും, ഒരുപക്ഷെ അതിനേക്കാൾ കുറവായിരിക്കാം. പക്ഷേ 40 കിലോമീറ്റർ ഉണ്ട് ഈ അപകടം നടന്ന സ്ഥലത്ത്, ദുരന്തമുണ്ടായ സ്ഥലത്ത്, ഉരുൾപൊട്ടിയ സ്ഥലത്ത്. അവിടെ നിന്ന് 40 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കാനാവുമോ, അങ്ങനെ സ്ഥിരീകരിക്കാനാവുമോ എന്നൊന്നും തൽക്കാലം പറയാൻ കഴിയില്ല. പക്ഷേ ഈ മൃതദേഹങ്ങളും ഈ പേമാരിയിൽ അപകടത്തിൽ മലവെള്ളപ്പാച്ചിലിൽ പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് തൽക്കാലം സ്ഥിരീകരിക്കാം.